മാധവങ്ങളുടെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ്? ട്രീ ഉണ്ടാക്കോ? ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, ദിവ്യ ഉണ്ടാക്കാറുണ്ട്. ദിവ്യാണ് എല്ലാം ചെയ്യുന്നത്. പുൽക്കൂടൊക്കെ ദിവ്യാണ് ചെയ്യാറുള്ളത്. എല്ലാം ഉണ്ടാക്കും. യെസ്. എന്റെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും 30th വെഡിങ് ആനിവേഴ്സറി ആണ്. 30th വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. യെസ്. അപ്പൊ സ്പെഷ്യൽ ക്രിസ്മസ് എല്ലാപ്പോഴും സ്പെഷ്യൽ ആണ് നമുക്ക് ക്രിസ്മസ്. നമ്മുടെ 30th വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ മാസത്തിലായിരുന്നു. അപ്പൊ ഏകദേശം ഒരേ സമയത്ത് ക്രിസ്മസോ എം ജെ ഞങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയാ? ക്രിസ്മസ് മനസ്സിലാണ്, പുറമെ ആഘോഷങ്ങളില്ല. പുറമെ അധികം ആഘോഷങ്ങളില്ല. പക്ഷെ ഒരു കാലത്ത് ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്റെ അമ്മയ്ക്ക് ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കും. അതൊരു 2 മാസം മുമ്പേ തുടങ്ങും. കേക്ക് മിക്സിംഗ് നേരത്തെ തുടങ്ങും. എന്നിട്ട് ഒരു എത്രയോ ടൺ കേക്കുകൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കും. അപ്പൊ നമ്മുടെ ബെഡ്റൂമിൽ നിന്നും കട്ടിലല്ലാതെ ബാക്കിയെല്ലാം കേക്കായിരിക്കും. നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാടി കേക്കിന്റെ ഇടയിൽ കൂടെ ചാടി നടക്കണം. എന്റെ സ്വപ്നത്തിലുള്ള വീട് അങ്ങനെയാണ്. കേക്കിന്റെ ഉള്ളിലേക്ക് പ്ലം കേക്ക് എന്റെ അമ്മ ഉണ്ടാക്കും, അസാധ്യമായിട്ട് ഉണ്ടാക്കും. അപ്പൊ അത് അമ്മയുടെ മംഗല്യ ബേക്കറിയിൽ അത് കൊടുക്കുമായിരുന്നു. അത് മാത്രമല്ല ക്രിസ്മസ് ബസാറുണ്ട് ഗവൺമെന്റിന്റെ. അവിടെ അമ്മയുടെ മംഗല്യ ബേക്കറിയുടെ ഒരു സ്റ്റാൾ ഉണ്ടാവും. അവിടെ എത്രയോ ടൺ കണക്കിന് കേക്കാണ് വിൽക്കുന്നത്. മൈ ഡ്രീം ഹൗസ്. ഞാൻ അവിടെ ജനിക്കണം. മാത്രമല്ല ആ കേക്ക് ഇങ്ങനെ പൊതിയുന്ന രീതിയുണ്ട്, ഈ പ്ലം കേക്ക് പൊതിയുന്ന രീതി. എന്നിട്ട് അവസാനം അതിന്റെ മേളില് മംഗല്യ ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കും. ഇതൊക്കെ ദിവസങ്ങളോളം ഉള്ള പരിപാടിയാണ്. അപ്പൊ അതിലൊക്കെ ഞാനും അതിന്റെ ഭാഗമായിട്ടുണ്ട്, എന്റെ ചേട്ടനും ഭാഗമായിട്ടുണ്ട്, നമ്മുടെ അനിയത്തിമാരും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടൻ്റെ വീട്ടിൽ പോയി. ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ അവിടുത്തെ ബേക്കറി, അതിന്റെ നല്ല വാസനയാണ് അവിടെ നിന്ന്. സീസൺ 1 മുതൽ അച്ഛൻ മധുര അസൂയാട്ടോ, എന്റെ മോളാണെന്നുള്ള അസൂയാട്ടോ. ഒരു ജിലേബി പോലും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കേക്കിന്റെ എണ്ണം കൂടി നാളെ ഫ്ലോറിലുള്ള എല്ലാവർക്കും ഓരോ കേക്ക് നമ്മളിങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് കളിക്കില്ലേ, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ ഒരാൾ അങ്ങോട്ട് കേക്ക് കൊടുക്കും, വേറെ ആൾ ഇങ്ങോട്ട്. എല്ലാരും കാത്തിരിക്കണം കേട്ടോ.